ദില്ലിയിലെ മനോഹരമായ കാർഷിക ഗ്രാമവും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി ബിജെപി സർക്കാർ. മയൂർ വിഹാറിലെ ജംന ഗ്രാമവാസികളോടാണ് ഈ മാസം തന്നെ ഒഴിഞ്ഞില്ലെങ്കിൽ കാർഷിക വിളകൾ ഉൾപ്പെടെ നശിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഷീറ്റ് വലിച്ചുകെട്ടിയ കൂരകളിൽ കഴിയുന്ന ഇവർ പകലന്തിയോളം പണിയെടുത്താണ് പാടങ്ങളിൽ പൊന്നു വിളയിക്കുന്നത്. बीजेपी सरकार ने ये बोला था कि जहाँ झुग्गी वहीं मकान, ये बोले और कोई 2500 रुपये महीना देंगे महिला को, तो चलो ठीक, वो ना दो कुछ ना दो, तो जो इतना तो पड़ा तो रहने दो, हम खुद लोग मेहनत कर रहे हैं, अपनों कमा खा रहे हैं. ചുട്ടുപൊള്ളുന്ന വെയിലിലും പകലന്തിയോളം പണിയെടുത്ത് പൊന്നു വിളയിക്കുന്ന കുറേ മനുഷ്യർ. ദില്ലി നഗരത്തിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ മനോഹരമായ കാർഷിക ഗ്രാമമാണിത്. മയൂർ വിഹാർ ഫേസ് 1ലെ ജംന ഗ്രാമം. ചോളവും മത്തനും പയറും വെണ്ടയും തോടിയും ബീട്രൂട്ട്, ചീര തുടങ്ങി പച്ചക്കറികൾ ദില്ലിയിലെ കമ്പോളങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന കൃഷിയിടം. മോഹന വാഗ്ദാനവുമായി അധികാരത്തിലേറിയ ബിജെപി സർക്കാർ തങ്ങളെയും വേട്ടയാടുമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ബുൾഡോസർ ഉപയോഗിച്ച് ഇവരുടെ കൂരകൾ വലിച്ചെറിഞ്ഞു. കൃഷിഭൂമി ഉപേക്ഷിച്ച് ഉടൻ നാടുവിടണമെന്ന ഭീഷണിയും സർക്കാർ നൽകി കഴിഞ്ഞു. जेसीबी तो रोज ही आती है, कभी यहाँ है तो कभी उधर है, मतलब पूरे जमुना में चल रही है, ठीक है. पर उन्होंने बोल के साथ ये गया, मैं तो खैर जॉब करने वाला हूँ, मैं यहाँ पे ज़्यादातर रहता नहीं. वोट लेने के लिए तो सब आता है कल जोड़ के कि हमारे दो, अभी तक कोई नहीं आता है वोट वाले. UP, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഇവരിൽ പലരും 20 വർഷത്തിലധികമായി കൃഷി ഉപജീവനമാക്കി പുറമ്പോക്ക് ഭൂമിയിലാണ് താമസം. ചേരികൾ ഇടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി ബുൾഡോസർ ഇവരെയും വേട്ടയാടുമ്പോൾ പുനരധിവാസത്തെക്കുറിച്ച് സർക്കാർ മിണ്ടുന്നില്ല. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ തെരുവോരങ്ങളിൽ എറിയപ്പെട്ടു. जवान लड़की खाने के पढ़ाई पूरी नहीं पाई बच्चों की, एक 9वीं क्लास में है, एक 10वीं में है, उसकी पढ़ाई भी नहीं पाई तो कहाँ जाएंगे. अब क्या करें हम लोग, अब कहाँ जाए, हम लोग का ना पैसा है, न घर है, न मकान है, कहाँ जाऊँ, बैठे पड़े, बारिश आ रहे, बुन्नी आ रहे, बैठे पड़े. BJP അധികാരത്തിലേറിയ ശേഷം തമിഴ്നാട്ടിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾ താമസിച്ചിരുന്ന ദില്ലിയിലെ മദ്രാസി ക്യാമ്പും ഇടിച്ചു നിർത്തിയിരുന്നു. കൽക്കാജി ഉൾപ്പെടെ മേഖലയിൽ 300ഓളം കുടിലുകളിലാണ് ബുൾഡോസർ രാജ് നടപ്പാക്കിയത്. ഈ പാവങ്ങളുടെ അധ്വാനമാണ് പൊന്നുവിളയുന്ന ഈ പാടശേഖരം. ഇവിടെ ഇവർ വളരെ സന്തോഷത്തോടെ കൊച്ചുകുടിയിൽ കഴിയുന്നു. എന്നാൽ ഇപ്പോൾ BJP സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഇവരും കുടിയിറക്കപ്പെടുകയാണ്. ഇവർക്ക് ഇനി ആരുണ്ട് സഹായത്തിന്? ക്യാമറമാൻ കിരൺ രാജിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.